വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തെ അപ്രോച്ച് റോഡിലെ കുന്ന് വീണ്ടും ഇടിഞ്ഞു. ഇടിഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന വീട് വൻ അപകടാവസ്ഥയിലാണ്. കുന്നിടിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണവും താറുമാറായി. കുന്നിടിഞ്ഞ് റോഡിൽ കിടക്കുന്നതിനാൽ സംസ്ഥാന പാതയിലെ ഗതാഗതം ഒറ്റവരിയാക്കി പരിമിതപ്പെടുത്തി. അപ്രോച്ച് റോഡ് നിർമ്മാണ ഘട്ടത്തിലെ അപാകതയാണ് കുന്നിടിയാൻ കാരണമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് ശ്രീ വി അനിരുദ്ധൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഇവിടെ ഓവർബ്രിഡ്ജ് വന്നപ്പോഴത്തേക്ക്, റെയിൽവേ ഓവർബ്രിഡ്ജ് വന്നപ്പോഴത്തേക്ക് ഇവിടെ മല അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മല നിൽക്കുന്നതിന് വെട്ടി കല്ലുകളൊക്കെ എടുത്ത് മണ്ണുകളൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഈ റോഡുണ്ടാക്കിയത്. ആ സമയത്ത് യാതൊരു സംരക്ഷണവും, സൈഡിന് യാതൊരു സംരക്ഷണവും കൊടുക്കാതെ കണ്ടാണ് ഇവിടെ ഈ വെട്ടലും മുറിക്കലും എല്ലാം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2018 മഴക്കാലത്ത് കുറച്ചിടിഞ്ഞു. ഇപ്പോൾ ഇതാ കണ്ടമാനം ഇടിഞ്ഞിട്ട് ഇവിടെ വഴിയും റോഡും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവിടെ ഒരു പഴയ വീട് ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയൊരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ അതും കൂടി താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡും ഇലക്ട്രിസിറ്റിയുടെ ലൈനും എല്ലാം പൊട്ടിക്കിടക്കുകയാണ്. ഇനി അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് അധികാരികൾ ഏറ്റവും വേഗം ഇടപെട്ട് വേണ്ടുന്നത് ഇവിടെ ഇതൊരു സംരക്ഷണം കൊടുക്കത്തക്ക രീതിയിലുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ വഴി തന്നെ ബ്ലോക്ക് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇത് ഒരു സംരക്ഷണവുമില്ലാതെ അന്നത്തെ അധികാരികൾ, അന്നത്തെ എഞ്ചിനീയേഴ്സ് ഈ റോഡിങ്ങനെ വെട്ടി, ഈ മല വെട്ടി മുറിച്ചു പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയതാണ് ഈ അപകടത്തിന് എല്ലാത്തിൻ്റെയും കാരണം. ഇങ്ങനെ എഞ്ചിനീയേഴ്സ് യാതൊരു ബുദ്ധിയുമില്ലാതെ, യാതൊന്നും ചെയ്യാതെ ചെയ്യുന്നതാണ് ഈ അപകടം വരുത്തുന്നത്. ഇതിന് മുനിസിപ്പാലിറ്റിയും അധികാരികളും MLAയും ഇടപെട്ട് ഏറ്റവും വേഗം പരിഹാരം കാണണമെന്ന് ജനനിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.